Hello dear students and viewers. Quantum Mechanics course series le 7th video aanidhu. Kazhinja video il nammal wave function de properties nammal kandirunnu. Pradhanamayitte nammal kandathu wave function de properties il normalization ennu parayunna oru property nammal kandirunnu. ഒരു വേവ് ഫംഗ്ഷൻ എപ്പോഴും ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷന് അത്യാവശ്യം വേണ്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അത് നോർമലൈസ്ഡ് ആയിരിക്കണം എന്നുള്ളത്. അതായത് അതിന്റെ മാക്സിമം പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കണം. ആ പാർട്ടിക്കിളിനെ കാണാനുള്ള മാക്സിമം പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി, അതായത് മാക്സിമം പ്രോബബിലിറ്റി, അതായത് ആ റേഞ്ചിലുള്ള പ്രോബബിലിറ്റിയുടെ ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ആകുന്ന വേവ് ഫംഗ്ഷൻസിനെ മാത്രമേ നമുക്ക് ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവൂ പറ്റുള്ളൂ എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു വേവ് ഫംഗ്ഷൻ എങ്ങനെ നോർമലൈസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനെ എപ്പോഴും പ്രിസർവ് ചെയ്യുന്നു. അതായത് ഏത് സമയത്തും ഒരു വേവ് ഫംഗ്ഷൻ ഒരു തവണ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഏത് ഫ്യൂച്ചർ ടൈമിലും അത് നോർമലൈസ്ഡ് കണ്ടീഷനിൽ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷനിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു വേവ് ഫംഗ്ഷൻ എങ്ങനെ നോർമലൈസ് ചെയ്യാം എന്ന് നോക്കാം. ഒരു വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. സൈ സ്റ്റാർ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈക്വൽ ടു 1 ആയിരിക്കണം അതിൻ്റെ ഡൊമൈനിൽ. അത് ഏത് ഡൊമൈനിലാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഡൊമൈനിൽ അതിൻ്റെ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അത്തരത്തിലുള്ള വേവ് ഫംഗ്ഷനെയാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത് നോർമലൈസ്ഡ് അല്ല എങ്കിൽ അതിനെ നമുക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നോർമലൈസേഷൻ. നോർമലൈസബിൾ ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷനിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ആ ഒരു വേവ് ഫംഗ്ഷനെ നമുക്ക് നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോർമലൈസ് ചെയ്യാനുള്ള വേവ് ഫംഗ്ഷൻ ഇതാണ്. Normalize psi of x is equal to a raised to minus alpha x for x values greater than 0 and psi of x is equal to a raised to plus alpha x for x values less than 0. അപ്പോൾ നമ്മൾ ഒരു ഡൊമൈനിൽ x ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിൽ 0യുടെ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ x ഗ്രേറ്റർ ദാൻ 0യിൽ വേവ് ഫംഗ്ഷൻ ഇതാണ്. psi of x is equal to a raised to minus alpha x and for x values less than 0 psi of x is equal to a raised to plus alpha x. ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിനിപ്പുറത്തോട്ട് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇതിനിപ്പുറത്തോട്ടും അതുപോലെ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. രണ്ട് വശത്തേക്കും എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു വേവ് ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് നോർമലൈസ് ചെയ്യാം? ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു സിംഗിൾ ഫംഗ്ഷൻ അല്ല. ഈ വേവ് ഫംഗ്ഷൻ ഒരു 2 റീജിയനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ടോട്ടലി നമ്മൾ ഇവിടെ തൊട്ട് -∞ തൊട്ട് +∞ വരെയുള്ള സൈ സ്റ്റാർ സൈ കണ്ടാൽ നമുക്ക് ടോട്ടൽ 1 ആയിട്ട് കിട്ടണം. അപ്പോൾ അതിനെ നമുക്ക് 2 പാർട്ടായിട്ട് തിരിക്കാം. ഫോർ എക്സ് വാല്യൂസ് ലെസ് ദാൻ 0 എക്സ് വാല്യൂസ് ലെസ് ദാൻ 0 ഉള്ള ഫംഗ്ഷനെയും എക്സ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0 ഉള്ള ഫംഗ്ഷനെയും രണ്ടായിട്ട് നമുക്ക് 2 ഇന്റഗ്രൽ ആയിട്ട് എടുത്ത് അവയുടെ ടോട്ടൽ ഇന്റഗ്രൽ 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഇന്റഗ്രൽ ആണ്. ഇത് യഥാർത്ഥത്തിൽ -∞ തൊട്ട് +∞ വരെയാണ്. അതിനെ നമുക്ക് 2 ഇന്റഗ്രൽസ് ആക്കി മാറ്റാം. ഒന്ന് -∞ തൊട്ട് +∞ ഉള്ള ഒരു വേവ് ഫംഗ്ഷൻ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. -∞ to 0 സൈ സ്റ്റാർ സൈ ഡി എക്സ് പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ട് +∞ വരെ 0 to +∞ സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈക്വൽ ടു 1. ഈ ഒരു പ്രൊസീജിയറാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ വേവ് ഫംഗ്ഷനെ 2 പാർട്ടായിട്ട് നമുക്ക് കാണാം. ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 പാർട്ടാണ്. എക്സ് വാല്യൂസിൽ ലെസ് ദാൻ 0യ്ക്ക് ഒരു പാർട്ട് ഒരു വേവ് ഫംഗ്ഷൻ, എക്സ് വാല്യൂസിന് ഗ്രേറ്റർ ദാൻ 0യ്ക്ക് മറ്റൊരു വേവ് ഫംഗ്ഷൻ. അപ്പോൾ ആ വേവ് ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ നോർമലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം സൈ സ്റ്റാർ എന്താണെന്ന് നോക്കാം. സൈ സ്റ്റാർ സൈ അറിയണം. ഓരോ കേസിലെയും സൈ സ്റ്റാർ സൈ അറിയണം. ആദ്യം നമുക്ക് ഈ -∞ to 0 ഉള്ള വേവ് ഫംഗ്ഷൻ അത് ഇതാണ്. -∞ to 0 ഉള്ള വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ എക്സ് ലെസ് ദാൻ 0 വാല്യൂസ് ആണ്. അപ്പോൾ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കോംപ്ലക്സ് ക്വാണ്ടിറ്റി അല്ല, ആയി വരുന്ന ഒരു ഫംഗ്ഷൻ ഒരു ടേം ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും അത് ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയും അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും ആ ഫംഗ്ഷനും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഈ ഭാഗം ചെയ്യാം. ഇന്റഗ്രൽ -∞ to 0 കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ a into e raised to alpha x തന്നെയാണ്.
പിന്നെ psi star ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്. psiയും ഇത് തന്നെ ആയതുകൊണ്ട് വീണ്ടും a e raised to alpha x വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ a square e raised to 2 alpha x എന്ന് എഴുതുന്നു. രണ്ട് തവണ ഒരേ ഫംഗ്ഷൻ തന്നെ ആവർത്തിക്കുന്നുണ്ട്. രണ്ടിന്റെയും കൂടെ സ്ക്വയർ എടുത്തു. a square e raised to 2 alpha x പ്ലസ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 0 to infinity ആണ്. 0 to infinity psi star psi dx, അതായത് ഇതാണ് പ്ലസ് വാല്യൂസിലാണ്, പ്ലസ് എക്സ് വാല്യൂസിലാണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0ൽ psi star psi x ഇങ്ങനെ എഴുതാം. a e raised to minus alpha x, psi സ്റ്റാറും psiയും സെയിം തന്നെയാണ്. a e raised to minus alpha x into again a e raised to minus alpha x. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെ a square e raised to minus 2 alpha x ഇതിനെ നമുക്ക് 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഈ a square ഇവിടെ രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് നമുക്കിവിടെ കോമൺ ആയിട്ട് എടുക്കാം. a square into ഈ integrals minus infinity to 0 e raised to 2 alpha x plus integral 0 to infinity e raised to minus 2 alpha x equal to dx is equal to ഇവിടെ എല്ലാ dx equal to 1. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ a square into ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് e raised to 2 alpha x divided by 2 alpha within the limit minus infinity to 0 plus e raised to minus 2 alpha x divided by 2 alpha within the limit 0 to infinity equal to 1. ഇനി നമ്മൾ ഇതിന്റെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ 2 ആൽഫ ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ മൈനസ് സൈൻ ഇവിടെ കൊടുത്ത് ഇതിനെ നമുക്ക് 2 ആൽഫ കോമൺ ഫാക്ടർ ആയിട്ട് എഴുതിയാൽ a സ്ക്വയർ ബൈ 2 ആൽഫ ഇൻറ്റു ഇവിടെ നമുക്ക് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. e raised to 0 1 raised to minus infinity minus e raised to minus infinity and അടുത്തത് e raised to 0 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് a സ്ക്വയർ ഇൻറ്റു 2 ബൈ 2 എന്ന് വരും, അല്ലെങ്കിൽ a സ്ക്വയർ ബൈ ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇവിടെ കിട്ടിയ ആൻസർ ഇതാണ്. a സ്ക്വയർ ബൈ ആൽഫ ഈക്വൽ ടു 1. a സ്ക്വയർ ഈക്വൽ ടു ആൽഫ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് a ഈസ് ഈക്വൽ ടു റൂട്ട് ആൽഫ. ഇവിടെ എയുടെ വാല്യൂ റൂട്ട് ആൽഫ വരികയാണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഇത് 1 വരും, അല്ലെങ്കിൽ ഈ ഇന്റഗ്രൽ 1 വരും. അപ്പോൾ നമുക്ക് ഈ വേവ് ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്യാം. ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ചെയ്യുകയാണെങ്കിൽ, അതായത് എയ്ക്ക് പകരം ഇവിടെ നമുക്ക് റൂട്ട് ആൽഫ കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? psi of x is equal to root alpha into e raised to minus alpha x for x values greater than 0 and psi of x is equal to root alpha into e raised to plus alpha x for x values less than 0. ഈ വേവ് ഫംഗ്ഷൻ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഉപയോഗിച്ച കോൺസ്റ്റന്റിനെ പറയുന്ന പേര് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രൊസീജിയർ ഇതാണ്. നമ്മൾ ആ വേവ് ഫംഗ്ഷനെ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്റഗ്രൽ psi star psi dx ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടെ നമ്മൾ ആ എക്ക് പകരം ഒരു കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നു. ആ കോൺസ്റ്റന്റ് കൊണ്ട് ആ വേവ് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേവ് ഫംഗ്ഷൻ നമുക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കാണുന്നത് ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ എപ്പോഴും നോർമലൈസ്ഡ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. നോർമലൈസ്ഡ് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ നോർമലൈസേഷൻ വാല്യൂ വരുന്നത് 1 ആണ്. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈ ഒരു നോർമലൈസേഷനെ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അതാണ് ഇനി നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കാണേണ്ടത് ഇതാണ്. നമ്മുടെ സ്റ്റെപ്പ് ഇതാണ്. d by dt ഓഫ് ഇന്റഗ്രൽ psi star psi dx കാണുക. അപ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഒരു ക്വാണ്ടിറ്റി, ഈ ഒരു ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. അതായത് ഇത് നോർമലൈസ്ഡ് തന്നെയാണ് എന്നർത്ഥം. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാക്സിമം വാല്യൂ 1 ആണ്.
ആ വാല്യൂ തന്നെയായിരിക്കും, കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കാണേണ്ട ഇതാണ് d by dt ഓഫ് ഇൻ്റഗ്രൽ -∞ to +∞ psi star psi dx. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് ഇൻ്റഗ്രൽ ഓഫ് dxഉം ഇത് ടൈം ഡെറിവേറ്റീവും ആയതുകൊണ്ട് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെ എഴുതാം. ഇതിനെ നമുക്ക് രണ്ടും ടൈം ഫങ്ഷൻസ് ആണ്. psi എന്ന് പറയുന്നത് പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് നമുക്കിതിനെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് എഴുതാം. പ്രോഡക്റ്റ് റൂൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ഇനി നമ്മൾ ഇവിടെ dψ by dtക്കും dψ star by dtക്കും നമുക്ക് ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗിക്കാം. ഷ്രോഡിംഗർ ഇക്വേഷൻ നമുക്കറിയാവുന്ന പോലെ IH cut dψ by dt is equal to minus h cut square divided by 2m d square psi by dx square plus v psi. ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് dψ by dt നമുക്ക് എങ്ങനെ എഴുതാം? dψ by dt is equal to minus h cut square divided by 2m by IH cut into d square psi by dx square plus v by IH cut psi. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ h cut ക്യാൻസൽ ആയിട്ട് ന്യൂമറേറ്ററിൽ ഒരു h cut വരും. അതുപോലെ ഇവിടെ -1 പകരം i സ്ക്വയർ എന്ന് കൊടുത്താൽ i സ്ക്വയറും ഡിനോമിനേറ്ററിൽ iയും ക്യാൻസൽ ആയിട്ട് ന്യൂമറേറ്ററിൽ IH cut by 2m എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിന് പകരമായിട്ട് IH cut by 2m d square psi by dx square plus v by IH cut. നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? d psi star by dt. psi എന്ന് പറയുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് psi star എന്ന് എഴുതാം. d psi star by dt is equal to minus IH cut. iക്ക് പകരം മൈനസ് i കൊടുത്തു, അതുകൊണ്ട് minus IH cut by 2m d square psi star, psi കോംപ്ലക്സ് ആയതുകൊണ്ട് psi star plus v psi by minus IH cut. മൈനസ് സൈൻ നമുക്കിവിടെ മാറ്റി എഴുതാം, മൈനസ് IH cut. നമ്മൾ മുൻപ് എഴുതിയ ഇക്വേഷൻ ഇതാണ്. ഇൻ്റഗ്രൽ -∞ to +∞ psi star d psi by dt plus d psi star by dt into psi dx. അപ്പോൾ ഇത് നമുക്കിങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ -∞ to +∞ psi star ഇൻറ്റു d psi by dt. d psi by dt നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷനകത്തുനിന്ന് ഇങ്ങനെ കിട്ടുന്നു. ഷ്രോഡിംഗർ ഇക്വേഷനകത്തുനിന്ന് ഇങ്ങനെ കിട്ടും. IH cut by 2m d square psi by dx square plus v psi by IH cut plus അടുത്തായിട്ട് നമുക്ക് d psi star by dt ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം, മൈനസ് IH cut by 2m into d square psi star by dx square minus v psi star by IH cut into psi dx. ഇങ്ങനെ എഴുതാം. ഇനി നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. psi star into d square psi by dx square IH cut by 2m into psi star into v psi by IH cut plus ഈ ടേം നെഗറ്റീവ് ആണ്, മൈനസ് IH cut by 2m d square psi star by dx square into psi. അതുപോലെ ഇവിടെ മൈനസ് v psi star IH cut divided by IH cut into psi. ഇവിടെ നമുക്ക് ഈ രണ്ട് ടേംസും ഇവിടെ നമ്മൾ psi star into v psi by IH cut, ഇവിടെ നമുക്ക് അതുപോലെ തന്നെ v psi star into psi, ഇത് രണ്ടും പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഒന്ന് പ്ലസ് സൈനും മറ്റൊന്ന് നെഗറ്റീവ് സൈനും ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ടേംസ് മാത്രമേ കാണുന്നുള്ളൂ. ഈ പൊട്ടൻഷ്യൽ ടേംസ് രണ്ടും ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഇനി ഈ രണ്ട് ടേംസിൽ നമ്മൾ നോക്കിയാൽ IH cut by 2m IH cut by 2m രണ്ടിലും കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ അതുകൊണ്ട് IH cut by 2m ഇന്റഗ്രൽ -∞ to +∞ psi star into d square psi by dx square
പിന്നെ ഇവിടെ ഈ ടേമിൽ മൈനസ് ഉണ്ട്, IH cut by 2 കോമൺ ഫാക്ടർ ആയി. ഇപ്പം മൈനസ് ഇൻറ്റു ഇവിടെ സൈ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡി സ്ക്വയർ സൈ സ്റ്റാർ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സൈ ഡി എക്സ് ഇങ്ങനെ വരും. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാം. അതിന് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈ സ്റ്റാർ ഡി സൈ ബൈ ഡി എക്സ് മൈനസ് ഡി സൈ സ്റ്റാർ ബൈ ഡി എക്സ് ഇൻറ്റു സൈ. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് നോക്കാം. ഇത് ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈ സ്റ്റാർ ഡി സൈ ബൈ ഡി എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി സൈ സ്റ്റാർ ബൈ ഡി എക്സ് ഇൻറ്റു സൈ. ഇങ്ങനെ എഴുതാം. ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് എഴുതാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി സൈ ബൈ ഡി എക്സിന്റെ ഡിഫറൻഷ്യൽ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് ഡി സൈ സ്റ്റാർ ബൈ ഡി എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഡി സൈ ബൈ ഡി എക്സ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു differential of second function again minus differential of first function into second function. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ കാണുന്നത് ഈ രണ്ട് ടേംസും ഈക്വൽ ആണ്, പക്ഷേ പ്ലസ് ആൻഡ് മൈനസ് സൈൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവയെ ക്യാൻസൽ ചെയ്യാം. നമുക്ക് കിട്ടുന്നത് സൈ സ്റ്റാർ ഇൻറ്റു ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ സൈ സ്റ്റാർ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സൈ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കാണുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഇങ്ങനെ കിട്ടും. IH cut by 2m ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇവിടെ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് സൈ സ്റ്റാർ ഡി സൈ ബൈ ഡി എക്സ് മൈനസ് ഡി സൈ സ്റ്റാർ ബൈ ഡി എക്സ് ഇൻറ്റു സൈ ഡി എക്സ് എന്ന് എഴുതാം. ഇത് നമുക്ക് ഇന്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ആയതുകൊണ്ട് അതിനെ നമുക്ക് ഈ ഫംഗ്ഷനെ വിത്ത് ലിമിറ്റ്സ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതും. IH cut by 2m within the limit psi star into d psi by dx minus d psi star by dx into psi within the limit minus infinity to plus infinity. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ആക്ച്വലി നമ്മൾ ചെയ്തത് ഡി പി ബൈ ഡി ടി ആണ്. നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തത് ഡി പി ബൈ ഡി ടി, അതായത് ഡി ബൈ ഡി ടി ഓഫ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി എക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ്. ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു IH cut by 2m സൈ സ്റ്റാർ ഡി സൈ ബൈ ഡി എക്സ് മൈനസ് ഇതിന്റെ മൈനസ് ഡി സൈ സ്റ്റാർ ബൈ ഡി എക്സ് ഇൻറ്റു സൈ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്കറിയാം. ലിമിറ്റ് ഇൻഫിനിറ്റിയിലാവുമ്പോഴത്തേക്ക് എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുമ്പോൾ സൈ സ്റ്റാറിന്റെ വാല്യൂ 0 ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം വേവ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് സൈ സ്റ്റാറിന്റെ അല്ലെങ്കിൽ ഒരു വേവ് ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും റെഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് 0യിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് മാത്രമേ നമുക്ക് ഒരു നോർമലൈസബിൾ ഫംഗ്ഷൻ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേവ് ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 0 ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 വരും. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് സൈക്ക് പകരം 0 സൈയുടെ വാല്യൂ 0 ആകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡി പി ബൈ ഡി ടി അല്ലെങ്കിൽ ഇന്റഗ്രൽ ഇതിന്റെ വാല്യൂ നമുക്ക് 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. എൻ്റെ റീസൺ ഇതാണെന്നുകൂടെ പറയുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വേവ് ഫംഗ്ഷൻ എപ്പോഴും നോർമലൈസബിൾ ആയിരിക്കണം. നോർമലൈസബിൾ ആകണമെങ്കിൽ വേവ് ഫംഗ്ഷൻ എപ്പോഴും ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ കൂടുന്നതോ അല്ലെങ്കിൽ സ്റ്റഡിയായി നിൽക്കുന്നതോ ഒന്നും നമുക്ക് നോർമലൈസബിൾ ഫംഗ്ഷൻസ് അല്ല. ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ കുറഞ്ഞ 0യിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് മാത്രമേ നോർമലൈസബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ എല്ലാ വേവ് ഫംഗ്ഷനും 0 ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്. ഇതിന്റെ മീനിങ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി
psi star by psi star psi dx is equal to a constant. അതായത് ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എപ്പോഴും നോർമലൈസ്ഡ് കണ്ടീഷനിൽ തന്നെ പ്രിസർവ് ചെയ്യപ്പെടുന്നു. ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നോർമലൈസേഷൻ എപ്പോഴും പ്രിസർവ്ഡ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെ ഒരു വേവ് ഫംഗ്ഷനെ എങ്ങനെ നോർമലൈസ് ചെയ്യാമെന്നും അതുപോലെ ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷൻ എപ്പോഴും നോർമലൈസ്ഡ് സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നും ഷ്രോഡിംഗർ ഇക്വേഷൻ അതിനെ പ്രിസർവ് ചെയ്യുമെന്നും നമുക്ക് മനസ്സിലായി. താങ്ക് യു.